പണ്ടത്തെ 90s സിനിമകളിലെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നല്ല അടിപൊളി സെറ്റപ്പാണ്. എനിവേ, മോട്ടറോള ഫോൺസിലുള്ള ഈ ഒരു ഹലോ മോട്ടോ എന്നൊരു സംഭവം ഉണ്ടല്ലോ, അതും ഞാനും തമ്മിലൊരു പഴയ ബന്ധമുണ്ട്. എൻ്റെ ഫസ്റ്റ് ഫോണായിരുന്നു മോട്ടോ L6. സോ ഈ ഹലോ മോട്ടോ ഞാൻ കുറേ കേട്ടതാണ്. എനിവേ, സോ ഇതാണ് മോട്ടറോളയുടെ ലേറ്റസ്റ്റ് മോട്ടോ എഡ്ജ് 30 അൾട്ര. ഈ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്പെസിഫിക്കേഷൻസ് ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ്. അതായത് വേൾഡ്സ് ഫസ്റ്റ് ഫോൺ വിത്ത് 200 മെഗാ പിക്സൽ ക്യാമറയാണ്, 60 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ അൾട്ര മാത്രമല്ല കേട്ടോ, നമ്മുടെ കയ്യിൽ ഇപ്പം ഇതുണ്ട്, ഫ്യൂഷൻ ഉണ്ട്. സോ ഈ രണ്ട് ഫോൺസിൻ്റെ ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് ആൻഡ് ഒരു ഡീറ്റെയിൽഡ് ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഈ രണ്ട് ഫോൺസിൻ്റെയും അൺബോക്സിംഗ് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ അൺബോക്സിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ബോക്സിൻ്റെ ഉള്ളിൽ ഒരൊറ്റ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ കവറോ സ്റ്റിക്കറോ ഒന്നും ഇല്ലായിരുന്നു. കംപ്ലീറ്റ്ലി റീസൈക്കിൾഡ് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ പാക്കേജിംഗ് ആണ്. സോ ചാർജർ എടുത്ത് മാറ്റാതെയും പ്രകൃതിയെ സംരക്ഷിക്കാം എന്നാണ് മോട്ടറോള കാണിച്ചത്. തീർച്ചയായിട്ടും അതിനുവേണ്ടി വെൽ ഡൺ മോട്ടറോള. രണ്ട് ഫോൺസിൻ്റെയും അൺബോക്സിംഗ് എക്സ്പീരിയൻസ് സിമിലർ ആണ്. ഫോൺ വരുന്നുണ്ട്, TPU കേസ്, ഡോക്യുമെന്റ്സ്, Type-C ചാർജിംഗ് കേബിൾ. എഡ്ജ് 30 അൾട്രയുടെ കൂടെ 125 വാട്ടിന്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് വരുന്നുണ്ട്. എഡ്ജ് 30 ഫ്യൂഷന്റെ കൂടെ വരുന്നത് 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. അതും അത്യാവശ്യം ഫാസ്റ്റ് തന്നെയാണ്. സോ ഈ രണ്ട് ഫോൺസും ഒരേ കളറിലായതുകൊണ്ട് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ബാക്കിൽ ആ വലിയ ക്യാമറ മോഡൽ കണ്ടോ മേളിലും, ഇതാണ് ബേസിക്കലി അൾട്ര, മറ്റേതാണ് ഫ്യൂഷൻ. സോ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, എനിവേ, രണ്ട് ഫോൺസിനും അത്യാവശ്യം നല്ല പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. രണ്ട് ഫോൺസിലും ഫ്രണ്ടിലും ബാക്കിലും ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അലൂമിനിയം മെറ്റൽ ഫ്രെയിമാണ് രണ്ട് ഫോൺസിലും കൊടുത്തിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല, ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കിൽ ഒരു വെൽവെറ്റി ഒരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. സോ അത് തൊടുമ്പോൾ നല്ല പ്രീമിയം ഫിനിഷ് ആണെങ്കിലും കയ്യിൽ നിന്ന് തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ നോക്കണം കേട്ടോ, കാരണം ലേശം സ്ലിപ്പറി ആണ്, പക്ഷേ അത്യാവശ്യം പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട് എന്തായാലും. ഫോം ഫാക്ടർ നോക്കുകയാണെങ്കിൽ ഫ്യൂഷൻ ആണ് കുറച്ചും കൂടി സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ്. ഓക്കെ, 7.45 mm ആണ് തിക്നെസ്, 177 ഗ്രാം ആണ് വെയിറ്റ്. അൾട്ര 203 ഗ്രാം ആണ്, 8.39 mm ആണ് തിക്നെസ്. ഇത് കുറച്ചും കൂടി, ഇതാണ് അൾട്ര, ഇത് കുറച്ചും കൂടി തിക്കും കുറച്ചും കൂടി ഹെവിയാണ്. പക്ഷേ സൂപ്പർ ഹെവി എന്ന് ഞാൻ പറയില്ല, ആവറേജ് തിക്നെസ് ആവറേജ് വെയിറ്റ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതായത് അറ്റ്ലീസ്റ്റ് അൾട്രയിലെങ്കിലും IP68 റേറ്റിംഗ് കൊടുക്കേണ്ടതായിരുന്നു. കാരണം മോട്ടറോളയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്, ഏറ്റവും പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയ സ്ഥിതിക്ക് ഇവിടെ ആ ഒരു IP68 റേറ്റിംഗ് കൊടുക്കേണ്ടതായിരുന്നു. എനിവേ, രണ്ട് ഫോൺസിലും IP52 റേറ്റിംഗ് ആണ് വരുന്നത്. IP52 റേറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ മിഡ് റേഞ്ച് ലെവലിൽ കിട്ടുന്ന IP റേറ്റിംഗ് ആണ്. എഡ്ജ് 30 അൾട്രയുടെ രണ്ട് കളർ ഓപ്ഷൻസ് ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എഡ്ജ് 30 ഫ്യൂഷന്റെ രണ്ട് കളർ ഓപ്ഷൻസ് ആണ്, ഗ്രേ ആൻഡ് ഗോൾഡ്. രണ്ട് ഫോൺസിന്റെ മേളിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, റൈറ്റ് സൈഡിലാണ് വോളിയം റോക്കർ ആൻഡ് പവർ ബട്ടൺ, ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ്ലി MD ആണ്. ബോട്ടമിൽ സിം ട്രേ, Type-C ചാർജിംഗ് പോർട്ട്, മൈക്ക് ആൻഡ് ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ്. രണ്ട് ഫോൺസിലും ഡ്യുവൽ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് മൈക്രോ SD കാർഡൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. കർവ്ഡ് POLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോൺസിലും 10-bit പാനലാണ് വരുന്നത്, അതായത് 1 ബില്യൺ കളേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. HDR10+ന്റെ ഫീച്ചർ വരുന്നുണ്ട്, ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ അൾട്രയിൽ 1250 നിറ്റ്സിൻ്റെതാണ് പീക്ക് ബ്രൈറ്റ്നസ്. ഇവിടെ ഫ്യൂഷനിൽ 1100 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. സൈസിൽ വ്യത്യാസമുണ്ട്. അൾട്രയിൽ 6.67 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്, ഫ്യൂഷനിൽ 6.55 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. ബാക്കി ഡിസ്പ്ലേ ക്വാളിറ്റിയൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തോന്നി. പിന്നെ കാലിബ്രേഷൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്തിരിക്കുന്നത് അൾട്രയിലാണ്, തീർച്ചയായിട്ടും, കാരണം കുറച്ചും കൂടി വില കൂടിയ ഫോൺ ആയതുകൊണ്ടാവാം. പിന്നെ ഈ രണ്ട് ഫോൺസിലും കർവ്ഡ് ഡിസ്പ്ലേസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കർവ്ഡ് ഡിസ്പ്ലേ ഇഷ്ടമാണെങ്കിൽ, അതായത് കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീൽ കിട്ടും കർവ്ഡ് ഡിസ്പ്ലേസ് ആണെങ്കിൽ, ഈ രണ്ട് ഫോൺസിൻ്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആവശ്യത്തിനുള്ള കർവേച്ചർ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ അനാവശ്യമായ ഭയങ്കര കർവൊന്നുമില്ല. സോ നല്ല പ്രീമിയം ഫീൽ കിട്ടുന്ന ഡിസ്പ്ലേസ് തന്നെയാണ്. പിന്നെ ഇതിൽ വരുന്നത് POLED ഡിസ്പ്ലേ ആണ്, അതായത് പ്ലാസ്റ്റിക് OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ എന്താണ് OLED, POLED, AMOLED, സൂപ്പർ AMOLED, ഇതൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ രണ്ട് ഫോൺസിലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഡോൾബി അറ്റ്മോസിന്റെ സപ്പോർട്ട് രണ്ടിലും കിട്ടുന്നുണ്ട്. രണ്ടിൻ്റെയും പെർഫോമൻസ് നല്ലതാണ്, പക്ഷേ തീർച്ചയായിട്ടും അൾട്രയാണ് കുറച്ചും കൂടി ബെറ്റർ. ആ ഒരു ഓഡിയോ ക്വാളിറ്റി ഉണ്ടല്ലോ, അത് ലൗഡാണ്. പിന്നെ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുന്നത് അൾട്രയിലാണ്. രണ്ട് ഫോൺസിലും ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. ഈ രണ്ട് ഫോൺസിലും കൊടുത്തിരിക്കുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്, നല്ല ഫാസ്റ്റ് ആണ്, സെക്യൂർ ആണ്. ഫേസ് അൺലോക്കിന്റെ ഫീച്ചറും ഈ രണ്ട് ഫോൺസിലും നല്ല സ്മൂത്ത്ലി റൺ ആവുന്നുണ്ട്. അൾട്രയിലാണ് കുറച്ചും കൂടി, സ്വാഭാവികമായിട്ട് അൾട്രയിലാണ് കുറച്ചും കൂടി അല്ല, അത്യാവശ്യം നല്ല ഫ്ലാഗ്ഷിപ്പ് ലെവൽ ആ ഒരു ടച്ച് വൈബ്രേഷൻ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. നല്ല ഒരു കാലിബ്രേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ഫ്യൂഷനിലും നല്ലതാണ്, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ ഇവിടെ അൾട്രയിൽ X ആക്സിസ് ലീനിയർ മോട്ടർ ഉള്ളതുകൊണ്ട് ബെറ്റർ അല്ലെങ്കിൽ വളരെ നല്ല പ്രീമിയം ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. രണ്ട് ഫോൺസും HDR സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും യൂട്യൂബിൽ HDR വർക്ക് ആവുന്നുണ്ട്, പക്ഷേ നെറ്റ്ഫ്ലിക്സിൽ HDR സർട്ടിഫിക്കേഷൻ വരുന്നില്ല. രണ്ട് ഫോൺസിനും വരുന്നില്ല. ഇനി അപ്ഡേറ്റിലൂടെ മോട്ടറോള അത് അയച്ചു തരുമോ
ദാറ്റ് ഐ എം നോട്ട് ഷുവർ. പക്ഷേ ഔട്ട് ഓഫ് ദ ബോക്സ് നെറ്റ്ഫ്ലിക്സിൽ HDR വർക്ക് ആവുന്നില്ല. വൈഡ് വൺ L1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ OTT പ്ലാറ്റ്ഫോംസിൽ ഈസിലി നിങ്ങൾക്ക് 1080p ഫുൾ HD കണ്ടന്റ് സ്ട്രീം ചെയ്യാൻ കഴിയും. ഈ രണ്ട് ഫോൺസിലും അത്യാവശ്യം പവർഫുൾ ചിപ്സെറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അൾട്രയിൽ 8+ Gen 1 ചിപ്സെറ്റ് വരുന്നുണ്ട്. ഫ്യൂഷനിൽ 888+ ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ പെർഫോമൻസ് നല്ലതാണ്, ഭയങ്കര സ്പീഡ് ഉണ്ടെന്ന് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കാര്യം എന്തായാലും എടുത്ത് പറയണം, ഇതിൻ്റെ ആ സംഭവം ഉണ്ടല്ലോ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ്, പിന്നെ മോട്ടറോളയിലുള്ള ആനിമേഷൻ പറക്കുന്ന ഫീലാണ് കിട്ടുന്നത്. ഭയങ്കര സ്മൂത്താണ് ആ ഒരു 144 ഹെർട്സും പിന്നെ ആ ആനിമേഷനൊക്കെ ഇങ്ങനെ ബും ബും എന്ന് തുറന്നു വരുന്നത്. ഓരോ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യുമ്പോൾ ഭയങ്കര സ്മൂത്താണ്. പിന്നെ ഈ രണ്ട് ഫോൺസും സിംഗിൾ റാം സ്റ്റോറേജ് വേരിയന്റിലാണ് വരുന്നത്. 8GB 128GB LPDDR5 റാം ആൻഡ് UFS 3.1 സ്റ്റോറേജും വരുന്നുണ്ട്. സോ റാം സ്റ്റോറേജ് ടൈപ്പിൽ എനിക്ക് ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ അൾട്രയിലെങ്കിലും 256GB വേരിയന്റ് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ സിംഗിൾ വേരിയന്റ് ആണെങ്കിൽ 12GB 8GB അതിലെനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ സ്റ്റോറേജ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് ഇതിൽ ആ ഒരു മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും വരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയ സ്ഥിതിക്ക് 256GB സ്റ്റോറേജ് അൾട്രയിലെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു ഫോർ ഷുവർ. സോ അത് എനിക്കൊരു ചെറിയ പോരായ്മയായിട്ട് തോന്നി. പിന്നെ ഈ Edge 30 ഫ്യൂഷനിലുള്ള ആ ഒരു 888+ ചിപ്സെറ്റ് ഉണ്ടല്ലോ, സ്നാപ്ഡ്രാഗൺ 888+, അതിൽ നിന്ന് കൂടുതൽ പെർഫോമൻസ് നമ്മൾ വലിക്കാൻ നോക്കുമ്പോൾ ഓവർ റേറ്റിംഗ് ഉണ്ടായിരുന്നു പല ഫോൺസിലും. സോ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ 75% 80% ത്രോട്ട്ലിംഗ് ആണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ത്രോട്ട്ലിംഗ് മോട്ടോറോള ചെയ്തിട്ടുണ്ട്, ആ ഒരു ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും. എനിവേ ആ ത്രോട്ട്ലിംഗ് ഒന്നും ഈ ഒരു ഫോണിന്റെ പെർഫോമൻസിനെ ബാധിക്കുന്നില്ല. ഈവൻ ഗെയിംസ് ഒക്കെ ആണെങ്കിലും COD, BGMI, ഫ്രീ ഫയർ, PES എല്ലാം വളരെ സ്മൂത്ത്ലി ആണ് റൺ ആവുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് രണ്ട് ഫോൺസിലും Android 12 വരുന്നുണ്ട്. പിന്നെ മോട്ടോറോള ഫോൺസിൽ വരുന്ന ആ ഒരു ക്ലോസ് ടു സ്റ്റോക്ക് ആൻഡ് എക്സ്പീരിയൻസ്, എനിക്ക് തോന്നുന്നു ഏത് മോട്ടോറോള ഫോൺസ് ആണെങ്കിലും അതിൻ്റെ ഒരു സ്ട്രെങ്ത് ആണ് ഈ ക്ലോസ് ടു സ്റ്റോക്ക് ആൻഡ് എക്സ്പീരിയൻസ്. എന്ന് പറഞ്ഞാൽ ബ്ലോട്ട്വെയർസ് ഇല്ല, ആഡ്സ് ഇല്ല. ഒറ്റ ബ്ലോട്ട്വെയർ മാത്രമേ ഉള്ളൂ, ഫേസ്ബുക്ക്, അതേ ഉള്ളൂ. ബാക്കി ഒരു ആഡും ബ്ലോട്ട്വെയർസ് ഒന്നുമില്ല. സോ നിങ്ങൾ ഈ സംഭവം യൂസ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് നിങ്ങളുടെ നെറ്റ് യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോസസ്സിംഗ് പവർ യൂസ് ചെയ്യുക, അതിൻ്റെ ആ ഒരു സംഭവം ഒന്നുമില്ല. ഓക്കെ, വളരെ ക്ലീൻ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് ഈ രണ്ട് ഫോൺസിലും. പിന്നെ മോട്ടോറോള പറയുന്നതനുസരിച്ച് നമ്മുടെ അൾട്രയിൽ 3 വർഷത്തേക്കുള്ള OS അപ്ഡേറ്റ് അവർ തരും, പ്ലസ് 4 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ്. ഫ്യൂഷനിൽ 2 years ഓഫ് OS അപ്ഡേറ്റ് വിത്ത് 3 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. ഈ രണ്ട് ഫോൺസിലും ഹാർഡ്വെയർ പ്ലസ് സോഫ്റ്റ്വെയർ ബേസ്ഡ് എക്സ്ട്രാ സെക്യൂരിറ്റി ലെയർ അവർ കൊടുത്തിട്ടുണ്ട്. അതായത് തിങ്ക് ഷീൽഡ് സെക്യൂരിറ്റി. പിന്നെ മോട്ടോറോള ഫോൺസിൽ വരുന്ന ആ ഒരു പേഴ്സണലൈസേഷൻ സംഭവമൊക്കെ ഉണ്ടല്ലോ, ഇവിടെയും വരുന്നുണ്ട്. അതായത് ഫോൺസ് ചേഞ്ച് ചെയ്യാൻ പറ്റും, കളേഴ്സ് ചേഞ്ച് ചെയ്യാം, ഐക്കൺ ഷേപ്സ് മാറ്റിയെടുക്കാം. പിന്നെ എഡ്ജ് ലൈറ്റിംഗ് ഫീച്ചർ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഫോൺ കോൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ ഡിസ്പ്ലേക്ക് ചുറ്റും ഒരു ലൈറ്റിംഗ് ഉണ്ടായിരിക്കും. അതാണ് ബേസിക്കലി എഡ്ജ് ലൈറ്റിംഗ്. പിന്നെ ജെസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ചോപ്പ് ആക്ഷൻ ചെയ്യുമ്പോൾ ഫ്ലാഷ് കത്തും. ഓക്കെ, രണ്ട് ഫോൺസിലും ഉണ്ട്. പിന്നെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ, ഡബിൾ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ക്യാമറ ആക്ടിവേറ്റ് ആവും രണ്ട് ഫോൺസിലും, കണ്ടില്ലേ? സോ ക്യാമറ ആക്ടിവേറ്റ് ആവും, അതും ജെസ്റ്റേഴ്സിൻ്റെ ഭാഗമാണ്. ഒരു ഫീച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് നമ്മൾ ഈ ഒരു ഫോൺ ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC-യുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വെബ് ക്യാമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു ഡിഫോൾട്ട് ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് വേറെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറ വെബ് ക്യാമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് ആണ് ഈ രണ്ട് ഫോൺസിലുള്ള ക്യാമറ. ഓക്കെ, സോ കുറച്ച് ക്ഷമയോടെ ഇരിക്കുക, കാരണം കുറേ സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയാനുണ്ട്. ഓക്കെ, സോ ബി പേഷ്യൻറ്റ്. എനിവേ, സോ അൾട്രയിൽ നമുക്ക് കിട്ടുന്നത് 200 മെഗാപിക്സലിൻ്റെ സാംസങ്ങിൻ്റെ HP1 സെൻസറാണ്. ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റേബിലൈസേഷൻ, അതായത് OS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50 മെഗാപിക്സലിൻ്റെ അൾട്രാവൈഡ്. ഈ ഒരു അൾട്രാവൈഡ് ക്യാമറ നമുക്ക് മാക്രോ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓട്ടോ ഫോക്കസ് ഒക്കെ വരുന്നുണ്ട്. 12 മെഗാപിക്സലിൻ്റെ 2x ടെലിഫോട്ടോ സപ്പോർട്ട് ചെയ്യുന്ന പോർട്രേറ്റ് ക്യാമറ. 60 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അവിടെയും ഓട്ടോ ഫോക്കസ് വരുന്നുണ്ട്. സോ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിലുള്ള 200 മെഗാപിക്സൽ ക്യാമറ ആണെങ്കിലും ഫ്രണ്ടിലുള്ള 60 മെഗാപിക്സലിൻ്റെ സെൽഫി ആണെങ്കിലും രണ്ടിൻ്റെയും ഡീറ്റെയിൽസ് കാണാനുണ്ട്. ഓക്കെ, അത്യാവശ്യം ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ഈവൻ HDR ഡൈനാമിക് റേഞ്ച് നമ്മൾ പറയാറുണ്ട്. അതായത് ഈ സ്കൈയിലൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ, അതും നല്ലോണം തെളിഞ്ഞ് വരുന്നുണ്ട്. കളേഴ്സ് കുറച്ചുകൂടി നാച്ചുറലാണ്. അതായത് ആ ഒരു ബൂസ്റ്റിംഗ്, കളർ ബൂസ്റ്റിംഗ് അല്ലെങ്കിൽ ഭയങ്കര വൈബ്രൻറ്റ് ഫോട്ടോസ് അല്ല, കുറച്ചും കൂടി നാച്ചുറൽ കളർ ടോൺ ഉള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ ഫോട്ടോസും നല്ലോണം ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. നല്ല സ്കിൻ ടോൺ ഉണ്ട്, നാച്ചുറൽ സ്കിൻ ടോൺ വരുന്നുണ്ട്. ഓക്കെ, സോ ആ പോയിന്റ് ഓഫ് വ്യൂ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഇതിൽ 2x ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല ഡീറ്റെയിൽസ് ഉള്ള അൾട്രാവൈഡ് ഫോട്ടോസും കിട്ടുന്നുണ്ട്. ഈവൻ കളർ ഷിഫ്റ്റ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. അതായത് പ്രൈമറി ക്യാമറയിൽ നിന്ന് അൾട്രാവൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കളർ ഷിഫ്റ്റ് ഒന്നും വരുന്നില്ല. നല്ല കളേഴ്സ് അൾട്രാവൈഡിലും കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു അൾട്രാവൈഡ് വെച്ച് നമുക്ക് ഇതുപോലുള്ള മാക്രോ ഫോട്ടോസ് എടുക്കാൻ പറ്റും. അങ്ങനെ ഭയങ്കരമായ മാക്രോ ഫോട്ടോഗ്രാഫി ഒന്നും നടക്കാൻ പോകുന്നില്ല, കാരണം അത്രയ്ക്കും ക്ലോസ് നമുക്ക് പോകാൻ പറ്റില്ല. ബെറ്റർ ദാൻ 2 മെഗാപിക്സൽ ആൻഡ് 5 മെഗാപിക്സൽ മാക്രോ ഫോട്ടോസ്. സോ അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നുണ്ട്. വീഡിയോസിനും സിമിലർ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. 8K 30 FPS ഒക്കെ വരുന്നുണ്ട്, പക്ഷെ അതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 4K 60 FPS 30 FPS ഇനഫ് ആണ്. നല്ല വീഡിയോ ക്വാളിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ലൊരു സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്.
ഓക്കെ. എല്ലാത്തിൻ്റെയും ഫോട്ടോ വീഡിയോ സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. എന്നിട്ട് നിങ്ങൾക്കും ഒരു തീരുമാനം എടുക്കാം. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഫ്യൂഷൻ്റെ ക്യാമറകൾ നോക്കാം. ഓക്കെ. 50 മെഗാ പിക്സലിൻ്റെ ഓംനി വിഷൻ സെൻസറാണ് വരുന്നത്. 13 മെഗാ പിക്സൽ അൾട്രാ വൈഡ്, ഇതും മാക്രോ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ 2 മെഗാ പിക്സൽ ഡെപ്ത്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു 2 മെഗാ പിക്സൽ ഡെപ്ത്. എനിവേ ട്രിപ്പിൾ ക്യാമറ ആക്കാൻ വേണ്ടിയായിരിക്കും 2 മെഗാ പിക്സൽ ഡെപ്ത് കൊടുത്തിട്ടുണ്ട്. 8K 30 FPS ഇവിടെയും കിട്ടുന്നുണ്ട്. 4K 60 FPS 4K 30 FPS ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്, ഇവിടെയും ഓട്ടോ ഫോക്കസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഫോണിൻ്റെ റിയർ ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഫ്രാങ്ക്ലി എനിക്കൊരു ഡീസൻറ്റ് ആവറേജ് ക്യാമറ പെർഫോമൻസ് ആണ് കിട്ടിയത്. സ്പെഷ്യലി ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ. ഇനി 50 മെഗാ പിക്സലിൻ്റെ ഓംനി വിഷൻ സെൻസർ ആയതുകൊണ്ടാണോ അതെനിക്കറിയില്ല. എനിവേ സോ ഇവിടെ ആ ഒരു ക്യാമറ പെർഫോമൻസിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു, ഞാൻ പറഞ്ഞില്ല, ഡീസൻറ്റ് ആവറേജ് ക്യാമറ പെർഫോമൻസ് ആയിട്ടാണ് തോന്നിയത്. ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും നൈറ്റ് പെർഫോമൻസ്, അതായത് നൈറ്റ് മോഡിലുള്ള നൈറ്റ് പ്രോസസ്സിംഗ് ഉണ്ടല്ലോ, അത് ഫ്യൂഷനിൽ വളരെ ആവറേജ് ആണ്. എന്താണ് ഇഷ്യൂ എന്ന് എനിക്കറിയില്ല. ഞാൻ ഫോട്ടോസ് സൈഡ് ബൈ സൈഡ് ഷെയർ ചെയ്യുന്നുണ്ട്. അൾട്രയുടെ നൈറ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ നൈറ്റ് പ്രോസസ്സിംഗ് നല്ലതാണ്. അതായത് ഗ്രെയിൻസ് ഒക്കെ അത്യാവശ്യം കുറയ്ക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോസിലുള്ള ആ ഒരു ഡീറ്റെയിൽസും കളേഴ്സും എല്ലാം കാണാനുണ്ട് അൾട്രയിൽ. പക്ഷേ ഫ്യൂഷൻ്റെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് ഓവർ പ്രോസസ്സിംഗ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതായത് ഈ ഡാർക്ക് ഏരിയ ഒക്കെ ഉണ്ടല്ലോ, ഡാർക്ക് സ്കൈ പോർഷനൊക്കെ, അവിടെയൊക്കെ നല്ല ഗ്രെയിൻസ് വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും മോട്ടറോള ഈ ഒരു ഫോണിൻ്റെ, ഫ്യൂഷൻ എന്ന ഈ ഒരു ഫോണിൻ്റെ നൈറ്റ് പെർഫോമൻസ് പിന്നെ ഓവറോൾ ക്യാമറ പെർഫോമൻസ് അപ്ഡേറ്റിലൂടെ ശരിയാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ഫോൺ ഉണ്ടല്ലോ H30 Ultra, ഇതിൻ്റെ മേളിൽ മോട്ടറോള നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മോട്ടറോള ഫോൺസിൽ നോർമലി കണ്ടുവരുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ക്യാമറ പെർഫോമൻസ് എനിക്ക് അൾട്രയിൽ കിട്ടി. ഇതാണ് എൻ്റെ ഫ്രാങ്ക് ഫീഡ്ബാക്ക്. H30 Ultra'യിൽ 4610 mAh ബാറ്ററിയാണ്. ഫ്യൂഷനിൽ 4400 mAh ബാറ്ററിയാണ്. ഓക്കെ, നല്ലോണം എല്ലാം നിൽക്കുന്നുണ്ട്. 1 day ബാറ്ററി ബാക്കപ്പ് ഈസിലി കിട്ടും. ഓക്കെ, ആ പോയിന്റ് ഓഫ് വ്യൂ ഇഷ്യൂ ഒന്നുമില്ല. ചാർജിങ്ങിൽ അത്യാവശ്യം വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ അൾട്രയിൽ 125 വാട്ടിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് മോട്ടറോള തന്നിട്ടുണ്ട്. 20-25 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്ത് നോക്കിയതാണ്. അതുകൂടാതെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്, അതായത് ഫാസ്റ്റ് വയർലെസ് ചാർജിങ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങിൻ്റെ ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. H30 ഫ്യൂഷനിൽ 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, അതും അത്യാവശ്യം ഫാസ്റ്റാണ് കേട്ടോ. 3/4 മണിക്കൂറിനുള്ളിൽ H30 ഫ്യൂഷൻ ഫുൾ ചാർജ് ചെയ്ത് എടുക്കാൻ പറ്റും, നോ പ്രോബ്ലം. പക്ഷേ ഇവിടെ വയർലെസ് ചാർജിങ് ഒന്നും കൊടുത്തിട്ടില്ല. രണ്ട് ഫോൺസും Wi-Fi 6E ആൻഡ് ബ്ലൂടൂത്ത് 5.2 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടിലും NFC-യുടെ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. രണ്ടിലും USB 3.1 കമ്പാറ്റബിൾ Type-C USB പോർട്ടാണ് വരുന്നത്. രണ്ട് ഫോൺസും 13 5G ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ 5G കണക്ടിവിറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ യാതൊരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. രണ്ട് ഫോൺസിലും 3CA ക്യാരിയർ എഗ്രിഗേഷൻ വരുന്നുണ്ട്. H30 Ultra'യുടെ പ്രൈസാണ് 59,999, അതായത് 60,000 രൂപയാണ്. ഈ വരുന്ന ബിഗ് ബില്യൺ ഡേ സെയിലിൽ 54,999, അതായത് 55,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വാങ്ങിക്കാൻ പറ്റും. H30 ഫ്യൂഷൻ്റെ പ്രൈസാണ് 42,999. ബിഗ് ബില്യൺ ഡേ സെയിലിൽ 39,999, അതായത് 40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് H30 ഫ്യൂഷൻ വാങ്ങാം. ഈ ഒരു ഫോണിൻ്റെ, അതായത് അൾട്രയുടെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയാണ്. അതായത് എല്ലാം വരുന്നുണ്ട്, എല്ലാവരും കൊടുത്തിട്ടുണ്ട്. നല്ല സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. ഒരേ ഒരു കുറവ് ആ ഒരു IP റേറ്റിംഗ് ആണ്. IP68 റേറ്റിംഗ് വരുന്നില്ല, IP52 റേറ്റിംഗ് ആണ്. നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ, അതായത് മോട്ടറോള ഒരു നല്ലൊരു പെർഫോമൻസ് ഫോൺ വിത്ത് നല്ല ക്യാമറ പെർഫോമൻസ് ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അൾട്ര ആയിരിക്കും മച്ച് ബെറ്റർ ഓപ്ഷൻ. ഫ്യൂഷൻ എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ബാക്കിയെല്ലാം ഓക്കെയാണ്. ചാർജിങ് ആണെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിലും ഇൻ ഹാൻഡ് ഫീൽ ഈവൻ പെർഫോമൻസ് എല്ലാം ഇവിടെ ഓക്കെയാണ്. പക്ഷേ ക്യാമറ എനിക്ക് ആവറേജ് ആയിട്ട്, വളരെ ആവറേജ് ആയിട്ടാണ് തോന്നിയത്, സ്പെഷ്യലി നൈറ്റ് പെർഫോമൻസ്. സോ മോട്ടറോള അതൊക്കെ ഒന്ന് റെഡി ആക്കണം. സോ ഇതായിരുന്നു എൻ്റെ ഫ്രാങ്ക് ഒപ്പീനിയൻ. ഞാൻ എല്ലാം പ്ലസ് ആൻഡ് മൈനസ്, ഈ രണ്ട് ഫോൺസിനെ കുറിച്ചുള്ള പ്ലസ് ആൻഡ് മൈനസ് എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.